ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഗുഡ് ഈവനിങ്. ഞങ്ങൾ ഇപ്പം ഞായറാഴ്ച വൈകുന്നേരം 3:30 ഞങ്ങളൊരു ചെറിയ യാത്ര പോവാണ്. ആരണ്ട് സമ്മർ വെക്കേഷൻ അല്ലേ, പക്ഷെങ്കിൽ ഇതുവരെ ഞങ്ങൾ പുറത്തോട്ടൊന്നും കൊണ്ടുപോയില്ല. എനിക്ക് റെസ്റ്റ് ആയതുകൊണ്ട് പാവത്തിനെ എങ്ങും കൊണ്ടുപോയില്ലായിരുന്നല്ലോ. എൻ്റെ കൂടെ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ബോറടിച്ച് വീട്ടിൽ വന്നപ്പം അടുക്കളപ്പണി അപ്പം കുറച്ച് ദിവസമായി പറയുന്നു എന്നെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പം ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ എനിക്ക് മേലാത്തതുകൊണ്ട് എനിക്ക് മടിയായിരുന്നു പോകാനേ. അപ്പം ആഷർ പിന്നെ അത് ചർച്ചയിൽ നിന്ന് പിന്നെ ആഷർ പോയിട്ടിങ്ങ് വന്നു. അപ്പോൾ ആരണും ഞാനും ഉച്ചയ്ക്ക് കഴിപ്പെല്ലാം കഴിഞ്ഞ് റെഡി ആയിരുന്നപ്പോൾ ആഷർ വന്നു. എന്നിട്ട് ഇതേ ഞങ്ങളിപ്പോൾ പോവാണ്. അവർ ഫ്രണ്ടിലുണ്ട്, കാണിക്കാവേ. ഹായ് ആൻറ്റിമാരെ, എല്ലാവർക്കും ഹായ്. ആഷറിൻ്റെ ഹായ് ഞാൻ പറയും. ആഷർ വണ്ടി ഓടിക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കത്തില്ല. ഒന്നുകൂടെ ആഷറിനെ കാണിച്ചു തരും. ഞങ്ങൾ ഇനി KK റോഡിലോട്ട് കയറി. ഞങ്ങളുടെ കളത്തിപ്പടി വീട്ടിൽ നിന്ന് KK റോഡിലോട്ട് കയറി. ഞങ്ങളുടെ കളത്തിപ്പടി വീട്ടിൽ നിന്ന് KK റോഡിലോട്ട് കയറുകയാണ് ഞങ്ങൾ. അത് കഴിഞ്ഞാൽ മണർകാട്, അയർക്കുന്നം, കിടങ്ങൂര്, പിന്നെ ഒരു സ്ഥലം അതവിടെ ചെന്നിട്ട് കാണിക്കാം. സർപ്രൈസാ കേട്ടോ, പ്രാർത്ഥിക്കണേ. ഓക്കെ, ശരി. ഇനി വണ്ടി ഓടിക്കുമ്പോൾ ഒരു പരിപാടിയില്ല, കാരണം ഞാനിത് സംസാരിക്കുമ്പോൾ കൊച്ചിൻ്റെ ശ്രദ്ധ പോവും. ഓക്കെ, പോയിട്ട് വരാം കേട്ടോ. ശരി. അപ്പോൾ ദാ KK റോഡിൽ കയറി ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇത് മണർകാടിന് മുമ്പുള്ള സ്ഥലമാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. കോട്ടയത്ത് വന്നിട്ടുള്ളവർക്ക് മണർകാടിന് മുമ്പ് ഐരാറ്റ് നട എന്ന് പറയുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞാണ് മണർകാട്, പിന്നെ അയർക്കുന്നം, കിടങ്ങൂര്, പിന്നെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ. അതവിടെ ചെല്ലുമ്പം കണ്ടാൽ മതിയേ. ഇതെന്നാന്ന് വെച്ചാൽ ആഷറിന് ഞായറാഴ്ച മാത്രമേ ലീവുള്ളൂ. അപ്പം ആഷറിനെ ഞായറാഴ്ചയെ കിട്ടുള്ളൂ. ആഷറിന് രാവിലെ ഞായറാഴ്ച ചർച്ചിലും പോയി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങും. പിന്നെ വൈകുന്നേരം എവിടെയെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒരു കല്യാണം ആഷറിനുണ്ടായിരുന്നു. ചർച്ച് കഴിഞ്ഞ ഉടനെ കല്യാണത്തിനും പോയിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് കണ്ണടച്ചു, വണ്ടി ഓടിക്കണ്ടല്ലേ എന്നോർത്ത്. അത് കഴിഞ്ഞിട്ട് ഈ ചൂടല്ലേ ഇന്നേ, ക്ഷീണമാണ്, പെട്ടെന്ന് ഉറക്കം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് കഴിച്ചു, ഞങ്ങൾ പോയി. ആരൺ ചർച്ചിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് ആരണും കോഴിക്ക് തീറ്റയും വെള്ളവും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഞങ്ങളിരുന്ന് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ 3:30 ആയപ്പോൾ ഇറങ്ങി. ഇതിപ്പോൾ പമ്പി പെട്രോൾ അടിക്കാൻ കയറി. അവിടുന്ന് പിന്നെ അതും കഴിഞ്ഞ് ഇറങ്ങി. ഇത് മണർകാടാണ് പമ്പ്. അപ്പം അതും കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇനി പറയാം. ഇനിയിപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം പിള്ളേർ പാട്ട് വെച്ചിട്ടുണ്ട്, അവർക്ക് പാട്ടില്ലാതെ വണ്ടി ഓടിക്കുമല്ലോ. എൻ്റെ പൊന്നോ, ഇപ്പോഴത്തെ പാട്ടൊക്കെ കേട്ടാൽ നമ്മളിങ്ങനെ പഴം വിഴുങ്ങി ഇരിക്കും. എനിക്ക് കലി കയറുവേ. എനിക്ക് ഇവരുടെ കൂടെ വണ്ടിയിൽ കയറുമ്പം എനിക്ക് ഇവരുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് തല കറങ്ങും, ബോധക്കേടാണ്. എന്നാ പാട്ടുകൾ. എന്നിട്ട് ഞാനത് കലിക്കുമ്പോൾ ഇവർ ചിരിയാണ്. ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ എന്താ ഒരർത്ഥമില്ലെന്ന്. ഞാൻ എന്നിട്ട് ലാസ്റ്റ് കെഞ്ചി ഒരു നല്ല പാട്ട് വെക്കും. യേശുദാസിൻ്റെയൊക്കെ പണ്ട് സത്യനും ഷീല ചേച്ചിയൊക്കെ ഉള്ള ഒരു ജയൻ്റെയൊക്കെ സിനിമയിലെ പാട്ട് വെക്കുമെന്ന് ചോദിച്ചപ്പോൾ ഉടനെ പുതിയ സിനിമയിൽ പഴയ പാട്ട് വന്നത് 3 മില്യൺ ആൾക്കാർ കേട്ടതാണെന്നും പറഞ്ഞ് വെച്ചപ്പം പൂമാനമേ എന്നുള്ള പാട്ടില്ലേ, അത് കേട്ടപ്പോൾ ഞാനങ്ങ് ആസ്വദിച്ചപ്പം ഇവർ കടകടാ ചിരിയോട് ചിരി. എന്തായാലും ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇത് പാലായാണ്. പാലായിൽ സ്റ്റേഡിയത്തിൻ്റെ അവിടെയുള്ള ഒരു
ഫോൺ കടയാണ് കണ്ടോ. അവിടെ ആരൻ്റെ ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയി, അതിൻ്റെ ഡിസ്പ്ലേ പോയി. ആഷറിൻ്റെ പഴയ ഒരു ഐഫോൺ ഡിസ്പ്ലേ പോയിരിക്കുന്നു, ബാറ്ററി പോയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, എക്സ്ട്രാ ഇവിടെ ഒരു നമ്പർ എല്ലാവർക്കും സ്പെയർ ഒരു നമ്പറുണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട്. ആ നമ്പറുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അതല്ലേ ഞാൻ നിങ്ങൾക്ക് മിക്കവാറും തരുന്നതൊക്കെ. പക്ഷേ ആ നമ്പറിൻ്റെ ആണ് ആ ഐഫോൺ ആരൻ്റെ പഴയത്. അപ്പോൾ അതും പോയിരിക്കുമായിരുന്നു. അത് കാരണം പിന്നെ ആ നമ്പർ ആഷറിന് വേറൊരു ഫോണുള്ളതിനകത്തോട്ട് ഇപ്പോൾ ആ നമ്പർ ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് വാട്സപ്പ് എടുക്കാൻ ആഷർ സമ്മതിക്കുകയില്ല. ഞാനാണെങ്കിൽ യൂട്യൂബിൽ എല്ലാവരോടും ആ നമ്പറുമാണ് പറയുന്നത്. പക്ഷേ ആൾക്കാരെനിക്ക് മെസ്സേജ് വല്ലതും അയക്കുവാണെങ്കിൽ കിട്ടത്തുമില്ല. അവരോർക്കുമല്ലേ ഞാൻ എന്നെ പറയുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഈ കടയിൽ നല്ല ഓഫറുണ്ട്. അവർ യൂട്യൂബിൽ ഞാനിങ്ങനെ ഒരു റീൽസ് കണ്ട. അപ്പോൾ ആഷറിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞായറാഴ്ച ഉച്ച കഴിയുമ്പോൾ പോയി നോക്കാമെന്ന്. അപ്പോൾ ആഷറിനൊരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വേണമായിരുന്നു. ആഷർ ഇങ്ങനെ ഹെഡ്ഫോൺ വിഴുങ്ങിയാണ് എപ്പോഴും ഇങ്ങനെ. അത് പാട്ട് കേട്ട് എനിക്ക് എല്ലാം പെട്ടെന്ന് പോകും തോന്നുന്നു. അതോ ഇവന് ശ്രദ്ധയില്ലാഞ്ഞിട്ടാണ്. എന്തായാലും അവനിന്ന് 200 രൂപയുള്ളൂ കേട്ടോ. 500ൻ്റെ ഉണ്ട്, 200ൻ്റെ ഉണ്ട്. അപ്പോൾ അവൻ 200ൻ്റെ ഒരെണ്ണം മേടിച്ചു. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. അവിടുന്ന് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് പോയിരിക്കുമായിരുന്നു. ഞാനാണെങ്കിൽ ഒരു സംഗതിയും പൈസ മുടക്കി മാറത്തില്ല. ഞാനിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വരെ ഉപയോഗിച്ചിട്ടുണ്ട് ഫോൺ. അങ്ങനെ ഇവർ തട്ടിപ്പറിച്ച് മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഫോൺ എടുക്കുമ്പം വൃത്തികേടാന്ന് പറഞ്ഞ് ആഷർ കടയിൽ വെച്ച് തട്ടിപ്പറിച്ച് അതിന് ഗ്ലാസ്സൊക്കെ ഇട്ട് 150 രൂപ കേട്ടോ. പിന്നെ ആഷറിൻ്റെ ഫോൺ, ഐഫോണിനും പുതിയ ഐഫോണല്ലേ, അതിനും ഒരു ഗ്ലാസ് ഇട്ടു. പിന്നെ എന്തുവാ അത് പിന്നെ ആരൻ്റെ ഫോൺ നന്നാക്കാൻ അവിടെ ഏൽപ്പിച്ചു. ആഷറിൻ്റെ ആ സ്പെയർ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ഐഫോൺ അതും ഏൽപ്പിച്ചു. കാരണം എനിക്ക് അതിനകത്ത് ആ സ്പെയർ നമ്പർ ഇടേണ്ടതല്ലേ. ഞാൻ എല്ലാവരോടും നമ്പർ ഇതാന്ന് പറഞ്ഞിട്ട് പിന്നെ മോശമല്ലേ ഞാനത് പെർഫെക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ അവിടുന്ന് അതെല്ലാം കൊടുത്തേച്ചത്. ഇത് പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസാണ്. അവിടെ വന്ന് ആഷർ വേറൊരു കടയിലോട്ട് പോകാനുള്ള നമ്പർ നോക്കുക. ഈ പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ എൻ്റെ അമ്മയുടെ അനിയത്തി വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം റിട്ടയർ ചെയ്ത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നോക്കുന്നത് എന്നാണെന്നറിയാമോ, അവർ ലൊക്കേഷൻ ഇടുക. അതായത് അടുത്തത് ഇനിയിപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പഴംപൊരിയും ബീഫ് കറിയും കിട്ടുന്ന ഒരു അപ്പച്ചൻ്റെ കടയുണ്ട്. അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ അത് മാപ്പൊക്കെ ഇട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇവർ ഇവിടെ വണ്ടി നിർത്തിയിട്ടത് ലൊക്കേഷൻ ഇടുക. അപ്പം അത് ഇങ്ങനെ എപ്പോഴും യൂട്യൂബിൽ കേട്ടിട്ടുള്ള, പക്ഷേ ഇതുവരെ അത് കഴിച്ചിട്ടില്ല, പോയിട്ടില്ല. പാലായി പല പ്രാവശ്യം വരുമ്പോഴും ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾക്കല്ലേ വരുന്നത്. അപ്പം വേറെ കാര്യങ്ങൾക്ക് സമയം കിട്ടത്തില്ല. ഇപ്പോൾ എന്തായാലും അവർക്ക് അതിൻ്റെ ലൊക്കേഷൻ കിട്ടി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ കൊട്ടാരമറ്റം സ്റ്റാൻഡുണ്ട്. അവിടുന്ന് പിന്നെ അകത്തോട്ട് മരങ്ങാട്ടുപള്ളി സ്കൂളിലോട്ടൊക്കെ പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ്. അതായത് അത് പോയി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായേ വള്ളിച്ചിറ, പിന്നെ ഏകദേശം രാമപുരത്തോട്ട് പോകുന്ന ഭാഗമൊക്കെയാണ്. അതെല്ലാം എനിക്കറിയാം. ജനിച്ചത് രാമപുരമാണ്. എൻ്റെ അമ്മയുടെ അമ്മ ഹോസ്പിറ്റലിൽ ജോലിയുള്ള ആളായിരുന്നുകൊണ്ട് രാമപുരം ഹോസ്പിറ്റലായിരുന്നപ്പോഴാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്. അതുകൊണ്ട് എനിക്ക് രാമപുരം ഞാൻ ജനിച്ച സ്ഥലമാണ്. പിന്നെ വള്ളിച്ചിറയിൽ എൻ്റെ അമ്മയുടെ അമ്മ ഒക്കെ അവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ വാടകയ്ക്ക് താമസിച്ച. ഇങ്ങനെ തറവാട്ടിൽ നിന്ന് എപ്പോഴും ജോലിയുള്ള ഹോസ്പിറ്റൽ ഏതാണ് അതിൻ്റെ അടുത്ത് വീട് വാടകയ്ക്ക് എടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഞാനും ഇങ്ങനെ എല്ലായിടത്തും കറങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മ പോകുമ്പം എന്നെ ഇങ്ങനെ അവധിക്കാലത്തൊക്കെ കൊണ്ടേ അങ്ങോട്ട് ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ ഇളയ അനിയത്തിയും പിന്നെ എൻ്റെ അമ്മയുടെ നേരെയുള്ള അനിയത്തിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം കൂടെ ആയിട്ട് ഞാനിങ്ങനെ സ്ഥിരം കുറ്റിയാണ്. ഞാൻ കോട്ടയത്തുനിന്ന് അവധിക്കാലം മുഴുവൻ പോയി സ്പെൻഡ് ചെയ്യുന്ന പാല. അപ്പോൾ ജനിച്ചതും അവിടെ അല്ലേ, വളർന്നതും ഒക്കെ അവിടെ ആയതുകൊണ്ട് എനിക്ക് ഇത്ര ക്രേസ് പാല. നല്ല മനുഷ്യരാണേ, നല്ല സ്നേഹവും ഐക്യതയും സഹകരണവും, നല്ല ഇന്നസെൻ്റ് ആൾക്കാരാണ്. എനിക്ക് ജീവന്. എനിക്ക് എൻ്റെ ദൈവം സഹായിച്ചാൽ എനിക്ക് അവിടെ ഒരു 10 സെൻറ്റ് വാങ്ങിക്കണം, ഒരു കുഞ്ഞു കൂര ഉണ്ടാക്കി അവിടെ എനിക്ക് എൻ്റെ
വയസ്സാങ്കാല റിട്ടയർമെൻറ്റ് ലൈഫ് പാലായിൽ ആസ്വദിച്ച് മാണിസാറിൻ്റെ റോഡിൽ കൂടെ ഇങ്ങനെ നല്ല കുണ്ടും കുഴിയില്ലാത്ത നല്ല സൂപ്പർ റോഡ് ലോകത്തുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മാണിസാറ് ഉണ്ടാക്കി തന്നേക്കുന്ന നല്ല സൂപ്പർ പാലായിലെ റോഡുകളേ ഉള്ളൂ. ലോകത്തൊരിടത്തും നല്ല ഇതുപോലെ നല്ല റോഡ് കിട്ടത്തില്ല. നിങ്ങൾ വന്ന് നോക്കിയോ, പാലായിൽ ഒരു കുണ്ടും കുഴിയുള്ള റോഡുണ്ട് എന്നെ തല്ലിക്കോ. അതാണ് ഞങ്ങളുടെ കെ എം മാണി സാറ്. അപ്പം അങ്ങനെയുള്ള ഞങ്ങളുടെ നാട്ടിൽ കെ എം മാത്യു സാറ്, മണർകാട് പാപ്പൻ, ഇതൊക്കെയാണ് ഞങ്ങളുടെ പാലായിലെ ആൾക്കാർ. നല്ല എല്ലാവരും പോയില്ലേ, ഇനിയിപ്പം ഞങ്ങളൊക്കെ ഉള്ളു. ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ പാലായിലൊരു ശകല സ്ഥലമൊക്കെ വാങ്ങിച്ച് നല്ല നാടൻ ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യത്തോടെ നിങ്ങൾ കഴിയണം. അതാണ് പിന്നെ പാല. പിന്നെ പറയാനുള്ളത്, നമ്മളുടെ ഇത് ഞാൻ കുറച്ച് നേരം നിങ്ങളിനി പ്രകൃതി ഭംഗി ആസ്വദിക്കെന്നും പറഞ്ഞ് പുറത്തോട്ട് കാണിക്കുന്ന പിന്നെ പറയാനുള്ള നമ്മുടെ കാര്യങ്ങളാണ്. നമ്മളുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ മിക്കവരും നമ്മളുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ മിക്ക വേണ്ടപ്പെട്ടവരും പക്ഷേ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നില്ല. അവരെല്ലാം തിരക്കായിരിക്കും. ജയ മജിദയൊക്കെ അവർ മൂകാംബികയിൽ പോയിരിക്കും, അതുകൊണ്ടായിരിക്കും വീഡിയോസൊക്കെ കാണാത്തത്. അതുപോലെ അവർ നല്ല തിരക്കാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ പക്ഷേ ഒത്തിരി പേര് കാണാനുണ്ട്. ഞാൻ പിന്നെ പേര് പറഞ്ഞ് അവരെ സങ്കടപ്പെടുത്തുന്നില്ല, അവരുടെ എല്ലാം തിരക്കുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഈ മേലായികയിലും തിരക്കിലും ഫുൾ ആൾക്കാരുടെയും വീഡിയോസ് ഫുള്ളും കണ്ടിട്ട് അത് ഞാൻ എല്ലാവർക്കും കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ടൈം എടുത്ത് നോക്കണം, വെളുപ്പിനെയും പാതിരായ്ക്കും ഒക്കെയാണ് കാണുന്നത്. അങ്ങനെ എല്ലാവർക്കും ഞാൻ നല്ല കട്ട സപ്പോർട്ട്, വീട്ടമ്മ പറയുന്ന പോലെ കട്ട സപ്പോർട്ട് ജോമ ചെയ്യുന്നുണ്ടെന്ന് വീട്ടമ്മ പറഞ്ഞു. അതുപോലെ വീട്ടമ്മ വ്ളോഗ്സിലെ ജീന പറഞ്ഞു. അത് ഞാൻ കറക്റ്റ് അങ്ങനെ എല്ലാവർക്കും ഞാൻ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെയും ഫുൾ വീഡിയോയും കണ്ട് നല്ലതായിട്ട് കുറേ കമൻ്റ് ഇടും. ഒരു വീഡിയോയ്ക്ക് തന്നെ ഒരു 5-6 കമൻ്റ് ഇങ്ങനെ ഇടും, ലൈക്ക് ചെയ്യുക എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ്, വാച്ച് ടൈം അവേഴ്സ് കുറവാണ്, ഭയങ്കര വീക്കായിട്ട് നിൽക്കുക. ഞാൻ ഈ മേലാത്തപ്പോഴും ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്നോർത്ത് ഞാനിതെല്ലാം ഇടുക. പക്ഷേ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സ്വന്തം ആൾക്കാർ, അതായത് നിങ്ങളൊക്കെ, എനിക്ക് യൂട്യൂബേഴ്സ് ഒത്തിരി പേരുണ്ട്, 10-30 പേര്. അവരൊന്ന് കണ്ടാൽ മാത്രം മതി ഞാൻ രക്ഷപ്പെടാം. പക്ഷെങ്കിൽ ആരും ഫുള്ള് കാണുന്നില്ല, അല്ലെങ്കിൽ കാണുന്നേ ഇല്ല. അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ വാച്ച് ടൈം അവേഴ്സിൻ്റെ ആ പരിധി തീരും. അതിന് ഞാൻ വെപ്രാളപ്പെട്ട് മേലയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെക്കുന്നുണ്ട്. ഇനി ഇച്ചിരി കൂടെ കഴിഞ്ഞ് എനിക്ക് നല്ലതായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല വീഡിയോസൊക്കെ ചെയ്ത് അതിൻ്റെ രീതിക്ക് ഇടാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടും നിങ്ങളാരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അത് വിഷമമായിത്തീരും. അതുകൊണ്ട് നിങ്ങളുമൊക്കെ ഇങ്ങനെ അല്ലായിരുന്നോ? അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടല്ലേ എല്ലാവരും രക്ഷപ്പെട്ടു. അപ്പോൾ അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താലേ ഞാനും രക്ഷപ്പെടുത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കിടങ്ങൂർ തിരിച്ചു വന്ന വഴി കിടങ്ങൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. അവിടെ ഞങ്ങൾ അവിടുന്ന് മിക്കവാറും ഇങ്ങനെ നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ. അതുവഴി വരുമ്പം പാലായി പോയിട്ട് വരുമ്പം നമ്മൾ അങ്ങനെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. ഇത് ഏലക്കായും ചുക്കും ഒക്കെ ഇട്ടതുകൊണ്ട് പിന്നെ അല്ലാത്ത സാധായും ഉണ്ട് കേട്ടോ. 200 രൂപ ചുക്കും ഇതൊക്കെ ഇട്ടേന്, അല്ലാത്തതിന് 180. ഞാൻ കഴിച്ചു നോക്കി. അവിടുന്ന് നമ്മൾ മിക്കവാറും ഇങ്ങനെ പാലായി പോയിട്ട് വരുമ്പോൾ മേടിക്കുന്ന ഈ പിള്ളേർക്ക് അവൽ നനച്ച് കഴിക്കാനും കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ വെക്കാനും അങ്ങനെയെല്ലാം നല്ലതല്ലേ ഇത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പഴംപൊരി വാങ്ങിക്കാൻ പോയെടുത്ത് വിഷു ആയതുകൊണ്ടില്ലായിരുന്നു കേട്ടോ. എന്തായാലും തിരിച്ച് ഈ പിള്ളേർ സങ്കടപ്പെട്ട് വന്നു. മണർകാടായപ്പോൾ ഇവർക്ക് ബീഫ് വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് കടയിൽ വല്ലതും തുറന്നിട്ടുണ്ടെങ്കിൽ ബീഫ് വാങ്ങിച്ചേക്കാന്ന് വെച്ചപ്പോൾ എല്ലാം അടച്ചിന്ന് വിഷു അല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ ഒരു പഴംപൊരി കടയിൽ നിന്ന് അതും കഴിച്ചിട്ട് ഇതേ പോകുന്നു.